ഓരോരുത്തരായി ആ സ്ഥാനങ്ങളിലേക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹിച്ചെത്തുന്ന കാലാവസ്ഥ ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന നമ്മുടെ കൂട്ടത്തിലെ മഹത്വം പേറുന്ന വ്യക്തിത്വങ്ങളെ എല്ലാം ജനസമക്ഷം സേവനത്തിനായി സമർപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട ജനതയുടെ അവസരമാണിത്. അവരെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവന്ന് ഇവരെ എല്ലാം തെരഞ്ഞെടുത്ത് വിടണം. സുരേന്ദ്രനും, ശോഭാ സുരേന്ദ്രനും, കൃഷ്ണദാസും, രാജീവ് ചന്ദ്രശേഖറും, ശ്രീ വി മുരളീധരനും, അതുപോലെ തന്നെ യുവരാജ് ഗോകുൽ, സന്ദീപ് വാചസ്പതി, ശംഖു ടി ദാസ്, ഇവരുടെ എല്ലാം വിഷയങ്ങളിൽ അപഗ്രഥനവും പഠനവും അത് മനസ്സിലാക്കി ജനങ്ങളിൽ സത്യസന്ധമായി എത്തിക്കുന്ന, ഒരുപക്ഷെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം അങ്ങനെ അവരുടെ പല മനസ്സിലാക്കലുകളും ജനങ്ങളെ അറിയിച്ചതിന് പ്രതിവിധി പോലും കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ ഒരുപക്ഷെ ഒന്ന് കീഴ്പ്പെട്ടോ അല്ലെങ്കിൽ ഒന്ന് തഴയപ്പെട്ടോ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും വഴി ആ ജനങ്ങൾക്ക് ഒരു സേവനം കൃത്യമായി ആത്മാർത്ഥമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനങ്ങളിലേക്ക് അവരെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന ക്യാമ്പയിൻ തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ നാളെ കാസർഗോഡ് നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് അത് എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമായിരിക്കും. ശ്രീ കൃഷ്ണദാസ് സമയം പോലും പുനഃക്രമീകരിച്ച് എനിക്ക് പിടിക്കാനുള്ള ട്രെയിനിന്റെ സമയത്തിലേക്ക് സൗകര്യപ്പെടുത്തി ഇത് 2:30 വെച്ചത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഈശ്വരാനുഗ്രഹത്തിലേക്ക് എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന തുളുമ്പി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ശ്രീ PK കൃഷ്ണദാസിന്റെ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നമുക്ക് ഇനിയും ഈ മണ്ഡലത്തിൽ നമുക്ക് ഒരുമിച്ച് 1-2 ദിവസം നമുക്ക് കാണാം. തിരുവനന്തപുരം എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ഇത്തവണ മാറ്റം വരും എന്നല്ല, മാറ്റം വരുത്തും എന്ന് പറയുന്ന ശക്തമായ ഉദ്ദേശം പ്രചരണത്തിന്റെ കാര്യത്തിൽ നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷ്ണദാസിന് ഈ കാട്ടാക്കട ഇങ്ങെടുക്കുവാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.